മഹത്തായ ഹാദിക്ക് കീഴിൽ ഒട്ടേറെ മക്തബകൾ ആയിരക്കണക്കിന് പിച്ചുമക്കൾക്ക് ദീനീ വിജ്ഞാനം പകർന്നു നൽകുകയും അവരെ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ വളരുവാനും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആത്മീയമായ വഴി നമുക്കറിയാം. പിച്ചുമക്കൾക്ക് മാത്രമല്ല, അവിടെയുള്ള മുതിർന്നവർ പോലും ഫാത്തിഹ സൂറത്ത് പോലും അറിയാത്തവരാണ്. അവർക്ക് പഠിപ്പിക്കുന്ന അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലേക്കും ഇസ്ലാമിൻ്റെ അറിവ് പകർന്നു നൽകുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ സന്തതികളായ പദവികളും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരം ദീനി പ്രബോധന പ്രചരണ മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി അവർക്ക് എല്ലാ വിധത്തിലും സാമ്പത്തികവും ശാരീരികവും മാനസികമായി മാതാവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ദാർഹുദയിലെ 220 ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഹാദിയക്ക് കീഴിൽ 20-ലധികം വരുന്ന രാജ്യങ്ങളിലെ പിഞ്ചു കുട്ടികൾക്ക് ദീൻ പഠിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുന്ന ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് മതം പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കി കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമായി അൽഹംദുലില്ലാഹ് ദാർഹുദയും ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഹാദിയയുമൊക്കെ വളർന്ന് വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദാർഹുദ മുന്നിൽ കാണുന്ന വളരെ വിശാലമായ വൈജ്ഞാനിക പുരോഗതിയിൽ നിങ്ങളേവരുടെയും സജീവമായ സാന്നിധ്യവും സഹകരണവും സഹായവും അതിലേറെ പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. ഓരോ മാസവും ഈ ഷഅബാനിലില്ലാത്ത അധിക ബാധ്യത ഇൻഷാ അല്ലാഹ് ദാറുൽഹുദക്ക് അടുത്ത ശവ്വാൽ മുതൽ വരാനിരിക്കുകയാണ്. ഇന്ന് നിലവിലുള്ളതിനേക്കാളും ഓരോ മാസവും 25 ലക്ഷം രൂപ ഓരോ മാസവും ദീർഘായുസ്സ് നൽകി ദീർഘകാലം ദേവാരംഗത്തും പ്രാസ്ഥാനിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുവാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാസം മുതൽ ദാർഹുദക്ക് ഒരു മാസത്തിൽ വേണ്ടി വരുന്ന അധിക ബാധ്യതയാണ് ബഹുമാനപ്പെട്ട ഈ സദസ്സിന്റെ മുമ്പിൽ ഈ വിനീതം വെച്ചത്. അങ്ങനെ ഓരോ വർഷവും PGയിലേക്ക് കുട്ടികൾ കൂടി വരികയാണ്. ദാർഹുദയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചെലവുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഓരോ വർഷവും വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ഈ വർദ്ധിത വരുമാനത്തിൻ്റെ മാർഗം കണ്ടെത്തുക എന്നത് ദാർഹുദയുടെ മാത്രം ബാധ്യതയായി എൻ്റെ പ്രിയപ്പെട്ട അൽഹംദുലില്ലാഹ് വളരെ കൃത്യത്തിന് പരിപാടി ആരംഭിക്കാൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ 12 വയസ്സിൽ തുടങ്ങിയ എൻ്റെ പുസ്തകമാണ് ഈ സമയം വരെ അത് നീണ്ടെടുക്കുന്നു. എല്ലാ സമയത്തും എപ്പോഴും അള്ളാഹുവിൻ്റെ ദീനെ പ്രബോധനം ചെയ്യാനുള്ള എല്ലാ ശേഷിയും കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ശിംസാറിനാക്കി ഉദവിയെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع
യാത്രയിൽ താങ്ങും കരുത്തുമായ സ്ഥാപനത്തിൻ്റെ മുഹബ്ബീങ്ങളെ, സഹോദര സഹോദരിമാരെ, ദാൽഹുദയുടെ ഏത് ദീനീ പ്രവർത്തനമാവട്ടെ, ഏതെല്ലാം നമ്മുടെ സംഘടനേതര പ്രവർത്തനങ്ങളാകട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആ ഒരു പ്രവർത്തനം കാരണം നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം സുദൃഢമാവണം എന്നതാണ്. അതിനവസരം ഒരുക്കുകയാണ് ഇതുപോലെയുള്ള ദീനീ വഅദ് പരിപാടികൾ. തന്റെ ഈമാൻ മാ മിൻഹും അഹദുൻ യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയോ മീകായിൽ അലൈഹിസ്സലാമിന്റെയോ ഈമാൻ പോലെയാണ് എൻ്റെ ഈമാൻ എന്ന് പറയുന്ന ഒരാളും അക്കൂട്ടത്തിലില്ല. എല്ലാവരും അവനവന്റെ വിശ്വാസത്തെക്കുറിച്ച് പേടിയിലായിരുന്നു, ജാഗ്രതയിലായിരുന്നു എന്ന് മഹാനവറുകൾ പറയാം. മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ് എന്നതിന് അടിവരയിട്ടുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കുന്നത് ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ അടയാളമാണ്. പടച്ചവൻ എന്നെ ശിക്ഷിക്കുമോ, അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിക്കുന്നത്. വലാ അമിനഹു വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു, ഞാൻ ഇനി സ്വർഗത്തിലേക്കാണ്, എനിക്കിനി ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ടതില്ല, എന്റെ കാര്യം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ മുനാഫിക്കുകളാണ് എന്നാണ് മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ വളരെ ലോകപ്രസിദ്ധമായ വചനമാണ്. എന്നോട് ധരിക്കുന്നത്, എത്രയൊക്കെ നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്തു കൂട്ടിയാലും അല്ലാഹുവേ പടച്ചവനെ നീ അത് സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കേണ്ടവരാണ്. അല്ലാഹു സ്വീകരിക്കുന്ന ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമെന്ന് മരണശേഷം ഉപകാരപ്പെടുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യൂഖിനൂൻ. നബിയെ, അങ്ങ് ക്ഷമയോടുകൂടെ അവധാനതയോടുകൂടെ അല്ലാഹുവിന്റെ വഴിയിൽ, നേർവഴിയിൽ അങ്ങ് നിലനിൽക്കണേ. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്. അല്ലാഹുവിന്റെ കരാർ, അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യം തന്നെയാണ്. വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യൂഖിനൂൻ. കാര്യം മനസ്സിലായിട്ടില്ലാത്ത, ആത്മീക ജ്ഞാനമില്ലാത്ത ആളുകൾ അങ്ങയെ വഴിപഴപ്പിക്കാൻ ഇടയാവരുത് നബിയെ. അങ്ങ് ക്ഷമയോടെ പിടിച്ചു നിൽക്കണം, ക്ഷമയോടെ പിടിച്ചു നിൽക്കണം. ലോകം ഒരു വഴിക്ക് ഒഴുകുകയാണ്, ഒഴുക്കിനെതിരാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. സ്വാഭാവികമായും അങ്ങനെയാണ്. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. നബിയെ, അങ്ങേക്ക് പകലിൽ വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് അല്ലാഹു ഉപയോഗിച്ച വാക്ക് സബ്ഹൻ. സബ്ഹൻ എന്ന് പറഞ്ഞാൽ സിബാഹ, നീന്തുക എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ്. നീന്തൽ എന്ന് പറയുന്നത് ഒഴുക്കിനെതിരാണ്. വെള്ളത്തിൽ താഴാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആന്റി ഗ്രാവിറ്റി വേണം. നീന്തുന്ന ആള് ആന്റി ഗ്രാവിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പൊങ്ങി നിൽക്കുകയാണ്, താഴാതെ. ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഉണ്ടായ നിബിതങ്ങളുടെ എൻകൗണ്ടർ, നിബിതങ്ങൾ ജിബ്രീൽ തങ്ങളെ കണ്ടുമുട്ടിയ ആ അനുഭവത്തിന് ശേഷം പുണ്യനബി പുതപ്പെട്ട് മൂടിക്കിടക്കുകയാണ്. ഖുമില്ലൈല ഇല്ലാ ഖലീലാ, എഴുന്നേൽക്കണേ നബിയെ, എഴുന്നേൽക്കണം, രാത്രി അങ്ങ് എഴുന്നേറ്റ് നിസ്കരിക്കണം. 12 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മെഹറാജിന്റെ രാത്രിയിലാണ് മുസ്ലിമീങ്ങൾക്ക്, സ്വഹാബികൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത്. അതിനു മുമ്പ് നബിതങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ്, തഹജ്ജുദ് നിർബന്ധമായിരുന്നു. കാന യുസല്ലി സ്വലാത ഇബ്രാഹിം റകഅതാനി ഫിൽ ഫജ്രി വറകഅതാനി ഫിൽ അശി, 2 റകഅത്ത് രാവിലെയും 2 റകഅത്ത് മഗ്രിബിനും അങ്ങനെ ഹബീബായി ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. ജിബ്രീൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ഒരു നിസ്കാരം അല്ലാഹു ഹബീബിനോട് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നു, നബിയെ രാത്രിയുടെ പകുതിയോളം ഒന്ന് നിസ്കരിക്കണം. 8 മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ ഏകദേശം 9 മണിക്കൂർ ഉണ്ടെങ്കിൽ 4.5 മണിക്കൂർ അങ്ങ് നിന്ന് നിസ്കരിക്കണം. ഔസിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ. 11 12 മണിക്കൂറുകൾ രാത്രി വരുന്ന സമയമുണ്ട്. 6 മണിക്കൂർ, അതിൽ ഒരൽപ്പം കൂടാം, ഒരൽപ്പം കുറയാം. ശരാശരി 5 മണിക്കൂറെങ്കിലും നബിയെ അങ്ങ് നിന്ന് നിസ്കരിക്കണം. എന്തിനെന്നറിയോ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, വളരെ ഭാരമായ അത്യുന്നതമായ അല്ലാഹുവിന്റെ വചനങ്ങളാണ് നബിയെ. അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. ഞാനൊരു മുസ്ലിമാണെന്ന് കർമ്മങ്ങളിലും ഹൃദയത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, പടച്ചവന്റെ മാർഗ്ഗത്തിലേക്ക് വരേണമേ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞവരെക്കാൾ, ദഅവത്ത് ചെയ്തവരെക്കാൾ, അറിവ് നൽകിയവരെക്കാൾ, പ്രബോധനം ചെയ്തവരെക്കാൾ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനം കണ്ടവരെക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത്? ഇവിടെ മനുഷ്യൻ എന്നത് മനുഷ്യന്റെ വാക്കുകളാണ്. ആ വാക്കുകളിൽ ഏറ്റവും വലിയ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ അഹ്സനു ഖൗലാ, അതുകൊണ്ട് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മം പടച്ചവനിലേക്ക് ആളുകളെ വിളിക്കലാണ്, സ്വർഗ്ഗത്തിലേക്ക് ആളുകളെ വിളിക്കലാണ്. വല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്കാണ്, സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. ഖുർആൻ മറ്റിടത്ത് പറയുന്നു വലൗ അഅജബത്ക കസറത്തുൽ ഖബീസ്, നബിയേ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കണ്ട് അങ്ങ് അത്ഭുതപ്പെടരുത്. തോന്നിവാസങ്ങളും പാടില്ലാത്തതും മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോ അവരാണല്ലോ കൂടുതൽ ചെയ്യുന്നത്, നന്മയുടെ ആളുകൾ കുറവല്ലയോ എന്ന് പറഞ്ഞ് തിന്മയുടെ ബാഹുല്യം കൊണ്ട് നബിയെ അങ്ങ് അത്ഭുതപ്പെട്ടു പോകരുത്. തിന്മയിന് മാമലകളോളം വന്നാലും നന്മ ഒരു ഉറുമ്പിനോളമാണെങ്കിലും നന്മ നന്മയാണ്, അല്ലാഹു നന്മയുടെ കൂടെയാണ്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم.
ഒരുപോലെ. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. പ്രബോധനത്തിന് ഇറങ്ങുന്നവർ, ദഅവത്ത് ചെയ്യുന്നവർ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും, ട്രോളുകൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം അല്ലാഹു ക്ഷമ കൊണ്ട് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. അല്ലാഹു വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മയോട് ഇങ്ങനെ നന്മ കൊണ്ട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്മയും തിന്മയും ഒരുപോലെയല്ല. നന്മയെ അല്ലാഹു പർവ്വതക്കണക്കിന്, പർവ്വതങ്ങളോളം അല്ലാഹു നന്മയെ ഉയർത്തുന്നതാണ്. വിശുദ്ധ റമളാനിൽ പ്രത്യേകിച്ചും, വിശുദ്ധ രാപ്പകലുകളിൽ പ്രത്യേകിച്ചും. ഒരു നന്മക്ക് 10 കൂലിയാണെങ്കിൽ അത് റമളാനിൽ 70ഉം 700ഉം 70,000ഉം അല്ലാഹു ഉദ്ദേശിക്കുന്ന എണ്ണങ്ങളാണ്. അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നേറണേ. നിങ്ങൾക്ക് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം നമ്മളെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷമ വേണം. ഇതെനിക്ക് പാടില്ല, അല്ലാഹു എന്നോട് അരുതെന്ന് പറഞ്ഞതാണ് എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തേണ്ട നേരമാണിത്. ഇതൊക്കെ അറിഞ്ഞാൽ പോലും, ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ പോലും പിശാചിന്റെ ദുർബോധനങ്ങൾ മൈൻഡിൽ വരും, ഖൽബിൽ വരും, നമ്മുടെ ചിന്തകളിൽ വരും. പിശാച് നമ്മളെ വഴിപിഴപ്പിക്കാൻ വരും. എല്ലാം അറിഞ്ഞാലും, എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും പിശാചിന്റെ ദുർബോധനം നമ്മുടെ ഖൽബിലേക്ക് കയറി വരും. ഒരു വാദ കൊണ്ടോ, ഒരു ഉപദേശം കൊണ്ടോ, ഒരു സദസ്സ് കൊണ്ടോ നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ല ഇത്. ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരെ പിശാച് മനുഷ്യന് ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യരിലുള്ള പിശാചുക്കളും ജിന്നുകളിലെ പിശാചുക്കളും. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. ഇഹ്ദിനാ, ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ എന്ന് പറഞ്ഞ് ആമീൻ ചൊല്ലി അവസാനിക്കുന്ന ഫാത്തിഹ അവസാനത്തിലെത്തുമ്പോ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. നന്മ ഏതാണ്, നേരായ മാർഗം ഏതാണെന്ന് ഖുർആൻ മുഴുവനും പഠിച്ചുറപ്പേ. എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഖുർആൻ അവസാനിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഇതെല്ലാം ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് പടച്ചവനുണ്ടോ, അല്ലാഹു ഒന്നേ ഉള്ളൂ, അല്ലാഹു എവിടെ, എവിടെ ഞാൻ കാണാത്തത് എന്ന് ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും മോശപ്പെട്ട ചിന്തകൾ നൽകുന്ന ഖന്നാസായ അല്ലാഹുവിന്റെ നാമം പറയപ്പെടുമ്പോൾ ഇല്ലാതെയാകുന്ന ആ പിശാചിൽ നിന്ന് റബ്ബേ കാവൽ തരണേ. ജനങ്ങളുടെ രക്ഷിതാവേ, ജനങ്ങളുടെ രാജാവേ, ജനങ്ങളുടെ ആരാധ്യനായവനെ, ഞാൻ നിർത്തുകയാണെന്ന് അല്ലാഹു വിചാരിച്ച് ഖൽബ് കൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയം, ശുദ്ധമായ നിയ്യത്തോടുകൂടെ റബ്ബേ എനിക്ക് ഇന്ന മോശപ്പെട്ട ഒരു നഗരം, ആ നഗരം പുരുഷയോദ്ധാക്കന്മാർ 5ാം ക്രൂസൈഡുകൾ ഉപരോധിക്കുകയും 1 വർഷം പട്ടിണി കിടക്കുകയും ചെയ്ത നേരത്തെ ദിമ്യാത്ത് പിടിച്ചു നിന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ദിമ്യാത്ത് എന്ന് പറയുന്ന നഗരത്തിന് വേണ്ടി സർവ്വ സംരക്ഷണവും നൽകിയ ഭരണാധികാരിയാണ് ഈസ ഇബ്നുൽ ആദിം. ഞങ്ങളെ നീ മാതൃകകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാതൃകയാക്കി തരണേ പടച്ചവനെ. ലൈത്ത് ഇബ്നു സഅദ് ലൈത്ത് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി തആല ഇമാം ശാഫിഈ തങ്ങളുടെ ശൈഖാണ്, ഈജിപ്തുകാരനാണ്. ലൈത്ത് ഇബ്നു സഅദ് ഖൽഖശന്ദി എന്നാണ് മഹാൻ അറിയപ്പെടുക. ഇമാം ശാഫിഈ തങ്ങൾ പറയാറുണ്ട്, ഇന്ന ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് ഇബ്നു സഅദ് എന്നവർ അഫ്ഖഹു മിൻ ഇമാം, മൈദ ഖൂലുകളാണ്. നമ്മുടെ ഹുദവി സാദിമാർ ചെറിയ കുട്ടി നൃത്തം ചെയ്യും,
അല്ലാത്ത മറ്റു ആലാത്തുകൾ, ഊദും തമ്പൂറും മിസ്മാറും തബലും ഒക്കെ അന്നുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഇന്നും പാടില്ല, ഒന്നും പാടില്ല. അതിലെ പ്രധാനപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാലും നമ്മുടെ